എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അടുക്കളയിൽ ഒരു കുഞ്ഞു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കട്ടെ, എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് മുരിങ്ങയില അരിഞ്ഞ് തണ്ടിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണം. ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ തേങ്ങ ചിരുകിയതുണ്ട്, തേങ്ങ ചിരുകിയതുണ്ട്. അതിന് ചേരേണ്ടത് 2-3 കൊച്ചുള്ളി, ഇച്ചിരി പച്ചമുളക്, ഇത്രയുമായിട്ട് പച്ചമുളക്, ഈ 2 തണ്ട് കറിവേപ്പില. അപ്പം ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല ഗൈസ്. ഇത്രയും വെച്ച് അപ്പോൾ ഇത് വെറൈറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ വെറൈറ്റികൾ ഇറക്കുകയാണ് ഗൈസ്. അത് കഴിച്ചിട്ട് വയറിളക്കം വന്നാലോ എന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഞാൻ അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ ഞാൻ നിങ്ങളടുത്ത് വീഡിയോ ഇടത്തുള്ളൂ കേട്ടോ. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ പരീക്ഷണ വസ്തുക്കൾ എൻ്റെ വീട്ടിൽ 2-3 പേരുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പരിപ്പ്, ഉള്ളി, അങ്ങനത്തെ സാധനങ്ങൾ, ചക്കക്കുരു ഇങ്ങനെ ഇട്ട് മുരിങ്ങയില തോരൻ വയ്ക്കും. അപ്പോൾ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കണില്ല. ഇത്രയും ഐറ്റംസ് വെച്ചാണ് ഞാനൊരു തോരൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ തോരൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ബായ്. ഇങ്ങനെ വരൂ. ബായ് എന്നല്ല, സോറി, എപ്പോഴും ബായ് വന്നൊന്നും അങ്ങനെ ആയിപ്പോൾ. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് കണ്ടില്ലേ, ഇതാ വാടിയിട്ടുണ്ട്. പച്ചമുളകും ക്യാരറ്റൊക്കെ വാടി വരുമ്പോൾ ഉള്ള കളറാണ്. അപ്പം നമുക്കിതിലോട്ട് നമ്മുടെ സാധനം ചേർക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീരയല്ല, മുരിങ്ങയില. പ്രാവശ്യം പത്തില കറികൾ കഴിക്കേണ്ട സമയമാണ് കർക്കിടകം. പക്ഷെ നമുക്ക് പത്തില കിട്ടിയില്ലെങ്കിൽ 1 ഇല വെച്ചെങ്കിലും എന്തെങ്കിലും കഴിക്കാമല്ലോ. അപ്പം നമുക്ക് പത്തിലയ്ക്ക് വരെ 1 ഇല വെച്ച് കഴിക്കാം. പത്തില ഇട്ടാത്തവർക്ക് 1 ഇല കഴിക്കാം കേട്ടോ. പത്തില നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് എപ്പോഴും പത്തില കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. നമ്മളെ വീട്ടിൽ പത്തില ഇല്ല കിട്ടാനായിട്ട്. അപ്പം നമ്മൾ 1 ഇല വെച്ചുള്ള തോരനാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ 1 ഇല തോരൻ എന്താണെന്ന് അറിയാം. അത് നമ്മുടെ ഏറ്റവും വിറ്റാമിനായിട്ടുള്ള, നമുക്ക് ഏറ്റവും ഔഷധ ഗുണമുള്ള നമ്മുടെ മുരിങ്ങയില തന്നെയാണ്. എല്ലാവരും പറയും കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കുമ്പോൾ എന്തൊക്കെ ദോഷങ്ങളുണ്ട്, കയ്പ്പാണ്. പക്ഷേ ഇല്ല കേട്ടോ, ഞാൻ ഇതിനു മുമ്പും കഴിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഈ കർക്കിടകമായിട്ട് തന്നെ മുരിങ്ങയില നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് കിട്ടിയ മുരിങ്ങയിലയാണ്. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചോദിച്ച് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ കൊച്ചുവന്ന് ചേച്ചിക്ക് ആവശ്യമുള്ള ഇല എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെടുത്ത് കുറച്ച് അമ്മയ്ക്കും കൊടുത്തു. അപ്പം പിള്ളേർ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ അത് ഇറുത്ത് കൊടുത്തപ്പോൾ അമ്മ പിള്ളേർക്ക് പൈസയും കൊടുത്തു കേട്ടോ. അപ്പം അതിൻ്റെ ഗുണം അത്രയും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അതിൽ ചേർക്കേണ്ടത്, അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ ചിരുകിയത് ഇത്രയുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു പണിയില്ല. പാകത്തിന് ഉപ്പ് ഉണ്ടാകുന്ന നോക്കിയാൽ മതി. വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് വച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പച്ചയും ഓറഞ്ച് കളറുമായേ. ഇനി നമുക്ക് വെള്ളയും കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾ പറയണേ ഇത് എന്ത് കളറായിട്ടെന്ന്. പച്ച, ഓറഞ്ച് കളറ്, വെള്ളയായി. ഇച്ചിരി കറിവേപ്പിലയും കൂടെ തൂക്കട്ടെ. അപ്പം ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം എന്തായിട്ട് വരണം നമുക്കറിയാന്നുള്ള എന്തൊക്കെ പോലെ അല്ലേ. പച്ച, ഓറഞ്ച് കളർ. പക്ഷെ മഞ്ഞപ്പൊടി ഇടണമായിരിക്കും അല്ലേ. കർക്കിടകത്തിനെ പച്ചില കഴിക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടണം നല്ലതെന്നാവും ഞാൻ പിന്നീടാണ് ആലോചിച്ചത് ഗൈസ്. അല്ലേ, കർക്കിടകട്ടെ പച്ചില കഴിക്കുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി ഇടണം. വിഷാംശങ്ങൾ ചിലപ്പം ഏതെങ്കിലും ഐറ്റംസിൽ വരും. അപ്പം ഇത്രയും തന്നെ നല്ല കളർഫുള്ളുണ്ട്. അപ്പോൾ ഇതൊന്ന് വളർത്തും. അപ്പം നമുക്കിത് ചോറെടുത്തിട്ട് നമ്മുടെ ക്യാരറ്റ് മുരിങ്ങയില തോരൻ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അതായത് കർക്കിടകമല്ലേന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതൊന്ന് വേറെ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ കറിയൊന്നും എടുക്കണില്ല. മുരിങ്ങയില മാത്രം വെച്ച് തോരൻ ഉണ്ടാക്കാം. ആ 1 ഇലയാണ് മുരിങ്ങയില. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.